ഫ്രണ്ട്സ്, CSIR പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. CSIR നാഷണൽ കെമിക്കൽ ലബോറട്ടറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പെർമനന്റ് വാക്കൻസിയാണ്. നിങ്ങൾക്ക് ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ്. പ്രൊമോഷൻ സാധ്യത ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ നമുക്ക് ഇതിലേക്ക് പഠിക്കാൻ ആവശ്യമുള്ള പ്രിപ്പറേഷൻ ആവശ്യമുള്ള ബുക്ക് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് എങ്ങനെ വാങ്ങാം, എങ്ങനെയാണ് സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നമുക്ക് ഇവിടെ കാണാം, നിങ്ങൾക്ക് CSIR നാഷണൽ കെമിക്കൽ ലബോറട്ടറി എന്ന് പറഞ്ഞിട്ട് ഇത് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നമുക്ക് ഏപ്രിൽ 4 ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഏപ്രിൽ 7 മുതൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് മെയ് 5 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ 5/5/2025 ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ഓൺലൈൻ അപേക്ഷയുടെ. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അതിൽ തന്നെ 3 കാറ്റഗറി ഉണ്ട്. ജനറലിൽ വിളിച്ചിട്ടുണ്ട്, അതുപോലെ സ്റ്റോർസ് ആൻഡ് പർച്ചേസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വിളിച്ചിട്ടുണ്ട്, ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സിലേക്കും വിളിച്ചിട്ടുണ്ട്. 3 കാറ്റഗറിയിലാണ്. അപ്പോൾ ഈ പറയുന്ന ജനറലിൽ നമുക്ക് 11 വാക്കൻസിയാണ്. അതിൽ നിങ്ങൾക്ക് റിസർവ് വാക്കൻസീസ് കാണാം. അതിൽ ജനറൽ കാൻഡിഡേറ്റ്സിന് 5 വാക്കൻസി, അതുപോലെ OBC ആണെങ്കിൽ 2, SCക്ക് 2, STക്ക് 1, EWS 1 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിനടുത്ത് സ്റ്റോർ ആൻഡ് പർച്ചേസിൽ 4 വേക്കൻസിയാണ്. അതിൽ ജനറലിൽ 2 വേക്കൻസി ഇവിടെ ഉണ്ട്. ജനറൽ ഇവിടെ 2 വേക്കൻസി ഉണ്ട്. പിന്നെ STക്ക് 1 വേക്കൻസിയും EWSന് 1 വേക്കൻസിയാണ്. അപ്പോൾ ഈ ജനറൽ വേക്കൻസി UR എന്ന് പറയുന്നത് അൺറിസർവ്ഡ് ആണ്. ആർക്ക് വേണമെങ്കിലും അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇവിടെ SCക്ക് വേക്കൻസി ഇല്ല, അല്ലെങ്കിൽ OBCക്ക് വേക്കൻസി ഇല്ല എന്ന് വിചാരിച്ച് നിൽക്കേണ്ട, ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സിലേക്ക് 3 വേക്കൻസി, അതിൽ ജനറൽ 2 വേക്കൻസി, SCക്ക് 2 വേക്കൻസി ഇങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് 5/5/2025 കണക്കാക്കി നിങ്ങൾക്ക് 28 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ് മാക്സിമം ഏജ് ലിമിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ റിസർവ് വാക്കൻസിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ 31 വയസ്സ് വരെയും, SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 33 വയസ്സ് വരെയും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ PWD കാൻഡിഡേറ്റ്സിന് 10 മുതൽ 15 വർഷം വരെയും ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി ഇതിലേക്ക് വിളിച്ചിരിക്കുന്നതിൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് C കാറ്റഗറിയിൽപ്പെട്ട പോസ്റ്റാണ്. അതിൻ്റെ സ്കെയിൽ ഇവിടെ കൊടുക്കുന്നത് പേ ലെവൽ 2 ആണ്. 19,900 മുതൽ 63,200 ആണ്. ഓക്കെ, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ +2 പാസ്സായിരിക്കുക എന്നുള്ളത് മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി +2 പാസ്സായിരിക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് CSIRൻ്റെ വിവിധ നോട്ടിഫിക്കേഷൻ ഓൾറെഡി നമുക്ക് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. നമ്മുടെ സൈറ്റും നമ്മുടെ ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കി അതിലേക്കൊക്കെ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വിളിച്ചിട്ടുണ്ട്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വിളിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, CSIRൻ്റെ മറ്റൊരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിലേക്കൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരൊറ്റ പ്രിപ്പറേഷൻ മതി എന്നുള്ളതാണ്, സെയിം ബുക്ക് മതി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് +2 പാസ്സായവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് +2 ഹ്യൂമാനിറ്റീസ് ഒരു കൊമേഴ്സ് ഒരു സയൻസ് ഏതായാലും കുഴപ്പമില്ല, +2 പാസ്സായിരിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് നമുക്ക് ഉണ്ടായിരിക്കണം. ആ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡിലൊക്കെ നിങ്ങൾ വളരെ വീക്ക് ആണെങ്കിൽ, ടൈപ്പിംഗ് ചെയ്യാൻ അതുണ്ടെങ്കിൽ നിങ്ങളത് പഠിക്കുന്നത് നല്ലതാണ്. കാരണം ഇത്തരം പോസ്റ്റിലൊക്കെ അത് അത്യാവശ്യമാണ്. അപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റെനോഗ്രഫി കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുന്നതൊക്കെ നല്ലതാണ്. നിങ്ങൾ വെക്കേഷനിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ലതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കാരണം ഇത്തരം പോസ്റ്റിലേക്കൊക്കെ വരുമ്പം ആ ഒരു കാര്യം മാൻഡറ്ററി ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു സ്പീഡ് നമുക്ക് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടറിൽ നിശ്ചിത സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ അറിയണം. 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള സ്പീഡാണ് കീബോർഡിൽ കമ്പ്യൂട്ടറിൽ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ സെലക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കൂട്ടോ, എന്നിട്ട് നമ്മൾ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ക്വാളിഫൈ ചെയ്യണം, ആ സ്പീഡിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യാൻ പറ്റുന്നുള്ളവർ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അല്ലാതെ സർട്ടിഫിക്കറ്റോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് +2 ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപേക്ഷാ ഫീസ് ഉണ്ട്. ഇതിലേക്ക് 500 രൂപയാണ് അപേക്ഷാ ഫീസ്. അത് മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ജനറൽ, OBC, EWSന് മാത്രമേ 500 രൂപ ഫീ ഉള്ളൂ. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറി ആണെങ്കിലും അവർക്ക് യാതൊരു ഫീസും വേണ്ട. അവർക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ SC/STക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. PWD, എക്സ് സർവീസ്മാൻ, അതുപോലെ CSIR പെർമനന്റ് എംപ്ലോയീസിനൊക്കെ എന്ത് ചെയ്യാം, ഇതിലേക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. യാതൊരു ഫീസും കൊടുക്കേണ്ട ആവശ്യമില്ല. ഏജ് റിലാക്സേഷൻ ഞാൻ പറഞ്ഞു, മിനിമം 18 മാക്സിമം 28 അതിൽ SC/ST ആണെങ്കിൽ 5 വർഷം, OBC 3, PWD ആണെങ്കിൽ 10 മുതൽ 5 വർഷം, വിഡോസ് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവർക്കും എക്സ് സർവീസ്മാനും ഒക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ നമുക്കിതിൽ അടുത്തത് പറയാനുള്ളത് ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡും എക്സാം സ്കീമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാവും. അവർ എന്ത് ചെയ്യും, നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ നോക്കിയിട്ട് അതിൽ എലിജിബിൾ ആണെന്ന് തോന്നുന്ന ഉദ്യോഗാർത്ഥികളെയാണ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക. അപ്പോൾ അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, ഒരു എക്സാമിന് ഉണ്ടാവും. ആ എക്സാമിൻ്റെ സ്കീം ഇവിടെ. അപ്പോൾ നമ്മുടെ അപേക്ഷയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളതിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമോ അല്ലെങ്കിൽ OMR ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് +2 ലെവൽ വെച്ച് ഉള്ള ഒരു എക്സാമിനേഷൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ പഠിച്ചാൽ മതി. അതോടൊപ്പം തന്നെ 200 ക്വസ്റ്റ്യനാണ് ഉണ്ടായിരിക്കുക, 2.5 മണിക്കൂർ ടൈം ഡ്യൂറേഷൻ. അപ്പോൾ അതിൻ്റെ സ്കീമിൽ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് വരുന്നുണ്ട്, 100 ക്വസ്റ്റ്യൻ വരും. അതിൽ മാക്സിമം മാർക്ക് 200 ആണ്. നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കൊന്നും ഉണ്ടല്ലോ. ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റാണ്. ഇതിൽ പേപ്പർ 1 എന്ന് പറയുന്നത് സ്ക്രീനിങ് ടെസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിൽ നമ്മൾ ഒരു നിശ്ചിത കട്ട് ഓഫ് നേടി നമ്മളത് ക്വാളിഫൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിൽ നിങ്ങൾ നെഗറ്റീവ് മാർക്കൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടല്ല
ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമെങ്കിലും ഇൻസ്ട്രക്ഷൻ നിങ്ങൾ വായിക്കണം. ദെൻ സെക്കൻഡ് പേപ്പർ വരുന്നത് നിങ്ങൾക്ക് ജനറൽ അവയർനെസ് 50, അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് 50 ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഓരോ മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും തെറ്റായി രേഖപ്പെടുത്തിയാൽ. അപ്പോൾ ഈ പേപ്പർ സെക്കൻഡിൻ്റെ അടിസ്ഥാനമാണ് ഫൈനൽ സെലക്ഷൻ, ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ് ചെയ്യും. അത് ഇംഗ്ലീഷിൽ 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള സ്പീഡിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റണം. ഒന്നെങ്കിൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദിയിൽ വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ഹിന്ദിയിലാണെങ്കിൽ അത് 30 വേർഡ് പെർ എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണെങ്കിൽ അത് 35, ഏതെങ്കിലും ഒന്ന് മതി, രണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കീ ഡിപ്രഷൻ അവറും കാര്യങ്ങളൊക്കെ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആ സ്പീഡിലൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കാനുള്ള കണ്ടീഷനാണ്. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഇവിടെ പറയുന്നുണ്ടോ. നിങ്ങൾക്ക് DA HR തുടങ്ങിയിട്ട് നിങ്ങൾക്ക് സാലറിക്ക് പുറമെ TA, അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് അലവൻസ് സെൻട്രൽ എംപ്ലോയീസിന് കിട്ടുന്ന പോലെയുള്ള ഒട്ടനവധി അലവൻസും കാര്യങ്ങളും, അത് മാത്രമല്ല പെൻഷനും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പ്രൊമോഷൻ സാധ്യതയൊക്കെയുള്ള പോസ്റ്റുകൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം നിങ്ങൾ അയച്ചു കൊടുക്കുക. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൺലൈനായിട്ടാണ്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോട്ടോ, സിഗ്നേച്ചർ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ 100 KB കൂടാൻ പാടില്ല. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, 50 KB കൂടാൻ പാടില്ല. പിന്നെ ഫീ റെസിപ്റ്റ്, നമ്മൾ ഫീ അടച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഇനി ആധാർ കാർഡ് നമുക്ക് നിങ്ങൾ PDF ആണെങ്കിൽ PDF അപ്ലോഡ് ചെയ്താൽ മതി കേട്ടോ. ഫീ റെസിപ്റ്റ്, ആധാർ കാർഡ് നമുക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാം. 10ാം ക്ലാസ്സിലെ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യുക. +2ൻ്റെ മാർക്ക് ഷീറ്റ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിന് വേണ്ടി നിങ്ങൾ 10ാം ക്ലാസ്സിലെ മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇതൊന്നും നമ്മൾ വേണ്ട, പേരൊക്കെ ചേഞ്ച് ചെയ്തവർക്കാണെങ്കിൽ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. പിന്നെ കാസ്റ്റ്, SC, ST, OBC ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ, EWS ഒക്കെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അവർ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഇത് NOC ഒന്നും നമ്മൾ വേണ്ട, നിലവിൽ വർക്ക് ചെയ്യുന്നവരാണ്. അതുപോലെ PWD കാൻഡിഡേറ്റ്സ് ആണ്, അവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പിന്നെ വിഡോസ്, ഡിവോഴ്സ്ഡ് വനിതകൾ, അതുപോലെ എക്സ് സർവീസ്മാനൊക്കെ ആണെങ്കിൽ അവരുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം. ഇനി വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ ടൈപ്പിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, എന്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ നിർബന്ധമില്ല. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 7/4 മുതൽ 5/5/2025 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അനുബന്ധങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ കാണാം. അതായത് SC ST കാൻഡിഡേറ്റ്സിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതേ സെയിം മാതൃക ആയിരിക്കണം എന്നാണ് അവർ പറയുന്നത്. അതുപോലെ OBC ഇതെല്ലാം മാതൃക ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ GOC Legilant എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ വരും. നിങ്ങൾ ഹോം പേജാണ്, ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലേക്ക് എത്താൻ പറ്റും. GOC Legilant ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങളിവിടെ ലേറ്റസ്റ്റ് ജോബ്സിൽ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാം, CSER NCL എന്ന്. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല, അവിടെ മുകളിൽ സെർച്ച് ബാർ ഉണ്ട്, അവിടെ സെർച്ച് ചെയ്താൽ മതി. CSER NCL എന്ന് അടിച്ചു കൊടുത്താൽ മതി, അത് കിട്ടും. ഇതേപോലെ സ്പേസ് ഇട്ട് അടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ CSER NCL. അപ്പോൾ നമ്മൾ പുതിയ പോസ്റ്റൊക്കെ ഇടുന്ന സമയത്ത് ഇത് മുകളിൽ വരും. ഇത് താഴോട്ട് പോയിട്ട് ഇവിടുന്ന് ഡിസപ്പിയർ ആകുമ്പോൾ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ CSER NCL എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. നിങ്ങൾക്ക് ആമസോൺ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് ആമസോണിൽ നിന്ന് വാങ്ങാം. ഓക്കെ, ഇതിന് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക നിങ്ങൾ. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം, ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ അടിയിൽ അപ്ലിക്കേഷൻ ഫോം ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇവിടെ വീഡിയോ മുഴുവൻ കാണുന്നുണ്ട്, എന്നിട്ട് കോൺടാക്ട് ചെയ്യാം. ദെൻ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളടത്ത് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഫോമിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ്, അഡ്വർടൈസ്മെൻറ്റ് വന്ന് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇൻസ്ട്രക്ഷനൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പേജിലാണ് വന്ന് കിടക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ഇവിടെ രജിസ്റ്റർ എന്നുള്ള ഭാഗമുണ്ട്. ആ രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്യണം. ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ രജിസ്റ്റർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടേതാ മെയിൽ ID പാസ്വേഡും കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാസ്വേഡും നമ്മളിവിടെ ആദ്യം നിങ്ങളുടെ മെയിൽ ID കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, ദെൻ അത് കൺഫേം ചെയ്യുക. ഓക്കെ, എന്നിട്ട് രജിസ്റ്റർ നൽകുക. അങ്ങനെ കൊടുത്തിട്ട് പിന്നീട് അങ്ങോട്ട് നിങ്ങൾ അതിനനുസരിച്ച് ചെയ്തു പോകണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എഡിറ്റിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങൾ കാണിക്കാത്തത്. കാരണം നമുക്ക് ടൈം വെറുതെ ഒരുപാട് ഗ്യാപ്പ് വരും, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യാവുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ മെമ്പർഷിപ്പ് എടുത്താലും നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്